ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നൈറ്റിക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി നെക്ക് പാറ്റേൺ ആണ്. ഏത് പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് പാറ്റേൺ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. നെക്ക് പാറ്റേൺ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാൻവാസിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്ക് വരുന്ന ഭാഗം ഈ ഒരു സൈഡിലാണ് കേട്ടോ. അതുപോലെ തന്നെ ഓപ്പൺ സൈഡ് ഇവിടെയാണ്. ഇനി നമുക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രണ്ട് നെക്കിൻ്റെ വീതി 3.5 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം നെക്കിൻ്റെ വീതി ഇവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. നേരെ അടിയിലേക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ 5 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ നെക്കിൻ്റെ ഇറക്കം വേണ്ടേ ആ ഒരു ഇറക്കം കൊടുക്കാം. അപ്പം 5 ഇഞ്ച് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഇതിനൊന്ന് ബോക്സ് പോലെ വരച്ചെടുക്കുന്നുണ്ട്. അതിനായിട്ട് അടിയിലും ഞാനൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ മുകളിൽ നിന്ന് അടിയിലേക്ക് 5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ബോക്സ് വരച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഈ ഒരു ബോക്സിന്റെ അടിയിൽ നിന്ന് മുകളിലേക്കായിട്ട് ഞാനൊരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് 2.25 ഇഞ്ച് വരുന്നത്. അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി ജസ്റ്റ് ഒന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് കർവ് ചെയ്തങ്ങ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്കെയിലിന്റെ വീതിയിൽ ഞാനൊരു ബോക്സ് വരയ്ക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു നെക്കിന്റെ ചുറ്റും 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.25 ഇഞ്ച് ഉണ്ട്. കറക്റ്റ് 1.25 ഇഞ്ചാണ്. അതുപോലെ ഈ ഒരു നെക്കിന്റെ ചുറ്റും 1.25 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു റൗണ്ട് ഷേപ്പ് ചുറ്റും 1.25 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതേ ഷേപ്പ് തന്നെ ഞാൻ അങ്ങ് വരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഷേപ്പ് തന്നെ ഞാൻ അടിയിലും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഭംഗിയായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യമേ തന്നെ ഈ ഒരു അടിവശം കട്ട് ചെയ്യാണ്. അടിവശം ആദ്യമേ കട്ട് ചെയ്തു. ഇനി ഈ ഒരു ഉൾഭാഗം ഇതേ ഷേപ്പിന് തന്നെ കട്ട് ചെയ്യാം. മുകൾ ഭാഗത്തുമ്പോൾ ഒന്ന് ബ്രിഡ്ജിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെന്റർ അറിയാനായിട്ട് ഒരു നോച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നൈറ്റിക്ക് കൊടുക്കുന്ന നെക്ക് പാറ്റേൺ. അപ്പോൾ ഏത് പ്രായക്കാർക്കായാലും ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെടും. ഇനി റെഡിന് മാച്ചിങ് ആയിട്ട് ഞാനൊരു ഡാർക്ക് ഗ്രീൻ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ടൊരു കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു മെറ്റീരിയലിലേക്ക് ഈ ഒരു ക്യാൻവാസ് ഞാൻ അയൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ തിളങ്ങണ ഭാഗം ഈ ഒരു തുണിയുടെ മുകൾ ഭാഗത്തേക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അയൺ ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ക്യാൻവാസ് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം ബാക്കി നിർത്തിയിട്ട് എക്സ്ട്രാ ഫാബ്രിക്കൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഈ ഒരു ക്യാൻവാസിനോട് ചേർത്ത് വെച്ചിട്ട് ഒന്ന് മടക്കി നമുക്ക് തയ്ച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ എക്സ്ട്രാ നിൽക്കുന്ന ഈ ഒരു ഫാബ്രിക് ക്യാൻവാസിനോട് ചേർത്തിട്ട് ഇതുപോലെ അരികൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ഇതുപോലെ മടക്കി അടിച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു ക്യാൻവാസിൻ്റെ ചേർത്ത് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ യോക്ക് ഭാഗം എടുക്കാം. അങ്ങനെ ഫ്രണ്ട് പോർഷൻ ഞാനിവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററും ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻവാസ് എടുക്കുക. ക്യാൻവാസിൻ്റെ സെൻറ്ററും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടിൻ്റെയും സെൻറ്റർ ചേർന്ന് വരുന്ന പോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ റോങ് സൈഡിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഈ ഒരു ക്യാൻവാസിൻ്റെ നല്ല വശമാണ് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ സാധാരണ നെക്ക് ചെയ്യുന്ന പോലെ കറക്റ്റ് ഈ ഒരു ക്യാൻവാസിനോട് തൊട്ട് ചേർന്ന്
ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ നമ്മൾ ക്യാൻവാസിനോട് തൊട്ട് ചേർന്ന് ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഞാൻ ഇതേ ഷേപ്പ് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പ് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു നെക്കിന് ചുറ്റും ഞാൻ ഇതുപോലെ ചെറിയ കട്ടിട്ട് കൊടുക്കുകയാണ്. കംപ്ലീറ്റ് കട്ടിട്ട് കൊടുത്തതിന് ശേഷം കാണിക്കാം. ഇപ്പം നമ്മൾ നെക്കിന് ചുറ്റും ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസ് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമുക്ക് നെക്ക് പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇപ്പം നമ്മൾ നെക്ക് ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് തയ്ക്കണേക്ക് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ലേസ് ഉണ്ടെങ്കിൽ ഇതുപോലെയും വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു ലേസ് ചെറുതായിട്ടൊന്ന് കയറ്റി വെച്ചതിന് ശേഷം ഇതേ ഷേപ്പിൽ കൂടെ നമുക്കങ്ങ് തയ്ച്ചു കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് നെക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു ലേസ് വെക്കുന്നില്ല. ഇനി നമുക്കിതങ്ങ് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട് നെക്കൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു യോക്ക് പോർഷനിലേക്ക് എങ്ങനെയാണ് പ്ലീറ്റ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ പ്ലീറ്റിനായിട്ടുള്ള തുണി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിൽ നിന്ന് ഞാനൊരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടെയാണ് 7.5 ഇഞ്ച് വരെ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ യോക്ക് പോർഷൻ്റെ സെൻറ്റർ, ഇതാണ് നമ്മുടെ പ്ലീറ്റിൻ്റെ സെൻറ്റർ. രണ്ടിൻ്റെയും സെൻറ്ററും ചേർന്ന് വരണം. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു 7.5 ഇഞ്ച് വരെ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചു കൊടുക്കും. 7.5 ഇഞ്ച് വരെ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കും. അതിനുശേഷം എക്സ്ട്രാ നിൽക്കുന്ന ഈ ഒരു തുണി ഉണ്ടല്ലോ, അത് ഈ ഒരു സൈഡിലായിട്ട് ഒരു 3-4 പ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സൈഡിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കും. ഇതുപോലെ ഈ ഒരു സൈഡിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കും. സെൻറ്ററും ചേർന്ന് വന്നു. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇതുപോലെ രണ്ട് സൈഡിലും നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ ചെയ്യാൻ പോണേ. ഇതെങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഫ്രണ്ട് പോർഷന് നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് പ്ലീറ്റിൻ്റെ നല്ല വശം ചേർത്ത് വെക്കുക. അപ്പം രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് വരെ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചു കൊടുക്കുക. പിന്നെ കുഞ്ഞു പ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ സെയിം ഈ ഒരു സൈഡിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം കാണിക്കാം. ആ ഒരു പോയിന്റ് വരെ നമ്മൾ സ്ട്രെയിറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി എക്സ്ട്രാ നിൽക്കുന്ന ഫാബ്രിക് ഞാൻ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ സെൻറ്ററും ഇതുപോലെ ഒന്ന് മുട്ടുസൂചി വെച്ച് പിൻ ചെയ്തും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് ചെയ്ത പോലെ തന്നെ ഞാൻ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുന്നുണ്ട്.
അങ്ങനെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ടും ഇതുപോലെ 4 പ്ലീറ്റ് വീതം നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രണ്ട് പോർഷനിൽ പ്ലീറ്റൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ബാക്ക് നെക്കൊക്കെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ബാക്ക് പോർഷൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഫ്രണ്ട് പോർഷന് നല്ല വശം ചേർത്ത് വെച്ചു. അങ്ങനെ രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് 1/2 ഇഞ്ചിൽ 2 സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ 2 സൈഡിലും ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യണേക്ക് മുമ്പ് സ്ലീവിൻ്റെ അരികുവശം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഷോൾഡറിൻ്റെ ജോയിൻറ്റും സ്ലീവിൻ്റെ സെൻറ്ററും കറക്റ്റ് ഒരുപോലെ വരുന്ന പോലെ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ സ്ലീവിൻ്റെ നല്ല വശവും ബോഡി പോർഷനും നല്ല വശവും ഒരുപോലെ വെച്ചതിന് ശേഷം സെൻറ്ററിൽ നിന്ന് നമുക്ക് 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്നും സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സാധാരണ എങ്ങനെയാണോ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 സൈഡിലും സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ 2 സൈഡിലും നമ്മൾ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തു. അതിനുശേഷം നമുക്ക് സൈഡ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ലെങ്ത്ത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആ 1 ഇഞ്ച് നമുക്ക് അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യാനാണ് കേട്ടോ. ആ ഒരു ലെങ്ത്തും കൂടി മാർക്ക് ചെയ്തിട്ട് നമുക്ക് അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സൈഡ് ഷേപ്പ് ചെയ്യുമ്പോൾ ബാക്കിൽ എ ലൈനായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കണേ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യണ ടൈമിൽ ആ ഒരു എ ലൈൻ പോലെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തിട്ട് സൈഡ് ഷേപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണു. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.